ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഭയങ്കര മധുരമുള്ള ഓർമ്മകളൊക്കെ കാണും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മധുരം പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിമ്മിഷ്ടപ്പെട്ട് വെളുപ്പിച്ചെടുത്ത ഒരു നൈറ്റായിരുന്നു കേട്ടോ. ഒരാളുടെ കൂട്ടത്തിൽ ഒരു മുറിയിൽ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എൻ്റെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സൗണ്ട് അപ്പുറത്തെ മുറിയിലിരിക്കുന്നവർക്ക് വരെ കേൾക്കായിരുന്നു. അത്ര ഹലോ, ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എൻ്റെ മാരേജ് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അതിത്ര പറയാൻ മാത്രം അത്ര വലിയ സ്റ്റോറി ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു സ്റ്റോറിയാണ്. അന്ന് എനിക്കിഷ്ടമില്ലാതിരുന്നതും അല്ലെങ്കിൽ അന്ന് ഞാൻ കുറേ സങ്കടപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു സ്റ്റോറി. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കാര്യം ഇതൊരു സ്റ്റോറി എന്നല്ല പറയുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ 80s 90s ജനിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അന്നൊക്കെ 2 ഓപ്ഷൻസാണ് നമുക്ക് കല്യാണത്തിനുള്ളത്. ഇപ്പോഴും അതായിട്ട് ഒന്നുകിൽ ലവ് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്. പക്ഷേ അതിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ഓൾമോസ്റ്റ് ഒത്തിരി ഫാമിലീസൊക്കെ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ അതൊരു വലിയ സംഭവമൊന്നുമല്ല, വലിയ ഭയങ്കരമായിട്ട് സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു സംഭവമൊന്നും അല്ല. പക്ഷേ അന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കുന്നത് 2012 കേട്ടോ. അപ്പോൾ ആ സമയത്തും അതിനു മുമ്പുള്ള സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പം കുറച്ചൊരു വീട്ടുകാർക്കൊക്കെ ഒരു നാണക്കേടോ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്. പിന്നെ അറേഞ്ച്ഡ് മാരേജിലേക്ക് വരുമ്പോഴത്തേക്കും ലവ് മാരേജിൻ്റെ കാര്യം തന്നെ പറയുമ്പം ലവ് മാരേജ് വരുന്ന ആളുകൾക്ക് അവർക്ക് ഒന്നുകിൽ വീട്ടുകാർ നടത്തി കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ ആരെയും വീട്ടുകാരൊന്നും നോക്കാതെ കല്യാണം കഴിച്ചു പോകുന്നു. പക്ഷെ എപ്പോഴും അവിടെ ഇങ്ങനെ ബലിയാടുകളാക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട് അറേഞ്ച്ഡ് മാരേജ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് ഓപ്ഷൻസ് ഇല്ല. ഞാനൊക്കെ ആ കാറ്റഗറി വരുന്ന ആൾക്കാർ. അതായത് ഇന്ന് നമ്മൾ അറേഞ്ച്ഡ് മാരേജ്, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ മാരേജിൻ്റെ കഥയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് ലവ് മാരേജ് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രൊഫഷനിലുള്ള, അവർ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള, അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണോ ആ ഓപ്ഷൻ തന്നെ ആയിരിക്കും അവർക്ക് മിക്കപ്പോഴും അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് സെർച്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് തന്നെ കിട്ടണം എന്നൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടുകാരും ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. അവർക്ക് ആ ഒരു, അതായത് പ്രൊഫൈൽ മാച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങുമ്പോൾ കുറേ ആലോചനകൾ ഇങ്ങനെ വരുവാണ്. ദിവസവും വന്നിങ്ങനെ പെണ്ണ് കണ്ടുപോകുന്നു, അവിടുന്ന് ഇവിടുന്നും ഒക്കെയുള്ള മാട്രിമോണികളിൽ നിന്ന്, അല്ലെങ്കിൽ കുറേ ബ്രോക്കർമാർ, ഇങ്ങനെയൊക്കെ കുറേ പ്രപ്പോസൽസ് വന്നിട്ട് ഈ വരുന്നതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്ന, അതായത് ജോലിയും ഇതൊന്നും നോക്കുന്നില്ലെന്നാട്ടോ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ ചോയ്സ് അനുസരിച്ചല്ല. അത്യാവശ്യം നല്ല ജോലി, കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പം ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാളെ അങ്ങോട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ സമയത്ത് ഈ അറേഞ്ച്ഡ് മാരേജിന് വേണ്ടിയിട്ട് അറേഞ്ച്ഡ് മാരേജ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഓപ്ഷൻസ് ഇല്ലാത്ത കൂട്ടത്തിലേക്കായി പോകുമായിരുന്നു. അപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്ന ആളായിരുന്നു കേട്ടോ. അപ്പം ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. അപ്പം നേഴ്സിംഗ് ആണെങ്കിലും ഞാനിങ്ങനെ അധികം ബെഡ് സൈഡ് നേഴ്സിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കൂടുതലും നേഴ്സിംഗ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, MG യൂണിവേഴ്സിറ്റിയുടെ, അപ്പോൾ അതിൻ്റെ കോളേജുകളിലാണ് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പല കോളേജിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ബെഡ് സൈഡ് ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിൽ സെറ്റിലാവാൻ ഒക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. അതായത് ആ ഒരു ജോലി എനിക്ക് ഇഷ്ടമായിരുന്നു. ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള ജോലിയായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ആണെങ്കിൽ പോലും അങ്ങനെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പോലീസുകാരനെയൊക്കെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വായി നോക്കിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പോലീസുകാരും എല്ലാം ഒക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വീട്ടിൽ എൻ്റെ മമ്മിക്ക് ഭയങ്കര പേടിയാണ്. മമ്മി പറയും പോലീസുകാരനെയൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആദി പിടിച്ചിട്ടുള്ള ജീവിതമായിരിക്കും, അത് നമുക്കെന്നും പേടിയാണ്. ഇവർക്ക് ശത്രുക്കൾ കാണുമോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും അപകടപ്പെടുത്തുമോ
അങ്ങനെയൊക്കെയുള്ള പേടി കാരണം പിന്നെ അങ്ങോട്ട് ആദ്യ പിടിച്ചിട്ടുള്ള ജീവിതമായിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ അപ്പം തന്നെ മുളയിലേ നുള്ളിക്കളഞ്ഞു പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾ എനിക്കിങ്ങനെ ഞാനൊരു പോലീസുകാരനെ കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഒരു പോലീസുകാരനും എൻ്റെ മുമ്പിലല്ല ഞാൻ വേറൊരു പോലീസുകാരൻ്റെ മുമ്പിലൊന്നും ചെന്ന് വെട്ടില്ല. അതുകൊണ്ട് ആ സംഭവം അങ്ങനെ നൈസായിട്ട് ഒഴിവായിപ്പോയി. പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും സാധാരണ പോലെ തന്നെ അന്നൊക്കെ ഭയങ്കര ഏറ്റവും വലിയ മാട്രിമോണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പിൻ പോയിൻറ്റും പിന്നെ നമ്മുടെ ഞാൻ ഒത്തിരി നാട്ടിൻപുറത്താണ് കേട്ടോ ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ലോക്കലായിട്ടുള്ള കുറേ എന്താണ് ബ്രോക്കർമാരും പിന്നെ നമുക്ക് ലോക്കലായിട്ട് വരുന്ന കുറച്ച് പ്രപ്പോസൽസ് അങ്ങനത്തെ ഒക്കെ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ സമയത്ത് എനിക്ക് വരുന്ന പ്രപ്പോസലുകൾ മുഴുവൻ ഇങ്ങനെ അത് മുഴുവൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് വിടുന്നതെല്ലാം എനിക്ക് 2 ആങ്ങളമാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങനെ ചെക്ക് ചെയ്ത് വിടും എല്ലാ കാര്യങ്ങളും. ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ എന്നാലും എല്ലാ കാര്യങ്ങളും 4 വശത്തു നിന്നും ഇങ്ങനെ അന്വേഷിക്കും. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിതിനോട് യാതൊരു താല്പര്യമില്ല. വെളിയിലേക്ക് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും ചൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ നോക്കുന്ന പ്രപ്പോസൽസ് എന്ന് പറയുന്നത് വെളിയിൽ ജോലിയുള്ള ആളുകളെയാണ്. അതായത് ഫാമിലി വിസയൊക്കെ കിട്ടുന്ന എന്നെ കൂടി കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രപ്പോസൽസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ജീവിതം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഞാൻ പണ്ടേ ഒരു എന്നാ പറയുന്ന ഒരു പൈങ്കിളി ടൈപ്പാണ് അങ്ങനെ പറയാം. അതായത് എനിക്ക് ഇപ്പം നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ പ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒത്തിരി നൊസ്റ്റാൾജിയകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അന്നും ഈ നൊസ്റ്റാൾജിയനെ ഇതൊക്കെ ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് ഓർമ്മകളായിട്ട് പറയുമെങ്കിലും ഞാൻ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഭയങ്കര വാല്യുബിളായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ആളാണ്. അതായത് ഇപ്പം ഒരു നാടൻ ചായക്കടയിൽ പോയിരുന്ന് ചായ കഴിക്കുന്നതും അവിടുന്ന് ബോണ്ട വാങ്ങിച്ച് കഴിക്കുന്നതും ഇതൊക്കെ ഞാൻ ആ പ്രായത്തിലും ചെയ്യാറുണ്ട്. എനിക്ക് നാണക്കേടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ചെറിയ ചായക്കടകളിൽ പോകും, അതുപോലെ ചന്തയിലൊക്കെ പോകും, വഴി സൈഡിൽ കൂടി മീനൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന അടുത്ത് നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വരും, കടയിൽ പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നാടിൻ്റെ ഒരു ഭംഗിയും നാടിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ചേട്ടായി നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ ചേട്ടയുടെ പ്രപ്പോസൽ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഫോട്ടോ ഇതാണ്. ഇപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ആളെ പറ്റിയിട്ടല്ല, എൻ്റെ പ്രധാന പ്രശ്നം ആൾ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പോൾ ഇത് കേട്ടപ്പം തന്നെ എൻ്റെ കാറ്റ് പോയി ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, എനിക്ക് വെളിയിലേക്ക് മാരേജ് ചെയ്ത് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ എക്സാം എഴുതണം, നഴ്സിംഗ് എക്സാം എഴുതേണ്ടി വരും, എനിക്ക് ബെഡ് സൈഡ് നഴ്സിങ്ങിലേക്ക് പോവേണ്ടി വരും. ഇതൊക്കെ ഓർത്തപ്പോൾ തന്നെ എനിക്ക് പറ്റത്തില്ല, എനിക്കിത് വേണ്ട എന്നുള്ള രീതിയിലായി. പക്ഷേ കാരണം ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഈ വേണ്ടെന്ന് പറയുന്നതിന് കാരണം പറ. ചേട്ടൻ്റെ പ്രൊഫഷൻ, ചേട്ടൻ നേഴ്സാണ് കേട്ടോ. അപ്പം നേഴ്സാണ്, നല്ല ജോലിയുണ്ട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം എല്ലാം കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് കാര്യം, അവസാനം ഇങ്ങനെ ഞാൻ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവസാനം ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി. പക്ഷേ ഇതൊന്നും വീട്ടിലേറ്റില്ലെന്നുള്ളതാണ്. അപ്പോൾ ആ പ്രപ്പോസൽ എന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ കിട്ടി കേട്ടോ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരു 2011 ഡിസംബറിലാണ് കേട്ടോ നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തു. അതായത് വീട്ടുകാർ തമ്മിൽ ഫിക്സ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വീട്ടിൽ പോയിട്ട് കല്യാണം ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നടത്തി. അതിന് ശേഷം ഞങ്ങൾക്ക് 2 വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറൊക്കെ തരുമൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മുടെ കല്യാണം എന്നിട്ട് ഫിക്സ് ചെയ്യുന്നത്, കല്യാണത്തിൻ്റെ ഡേറ്റ് മാർച്ച് ലാസ്റ്റിലേക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റിലേക്ക് നമുക്ക് 4 മാസത്തിൻ്റെ അടുത്തൊരു സമയമുണ്ട്. പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാനോ സംസാരിക്കാനോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ അന്നേരമാണ് ഒന്നാമത്തെ കാര്യം,
ചേട്ടായെ പറ്റിയിട്ട് എനിക്ക് യാതൊന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. അന്ന് ഫേസ്ബുക്കൊക്കെ ഉണ്ട്, ഫേസ്ബുക്കുണ്ട്, ഓർക്കുട്ടുണ്ട്. പക്ഷേ നമ്മളിതിലൊന്നും വലിയ ആക്റ്റീവൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും വലിയ ആക്റ്റീവൊന്നുമല്ല. അപ്പം നമുക്ക് അങ്ങനെ പ്രൊഫൈല് സെർച്ച് ചെയ്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. അതല്ലാതെ നമുക്ക് വേറെ കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല. ഒരു ഫോട്ടോ കണ്ട ഒരാളെ പറ്റിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലായിരുന്നു എന്ന് പറയും. അപ്പോൾ ചേട്ടായെ സംബന്ധിച്ച് ചേട്ടായി ഗൾഫിലേക്ക് പോയിട്ട് ആദ്യത്തെ വർഷമാണ്, ആദ്യത്തെ വരവിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ കല്യാണം ആലോചിച്ച് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രപ്പോസൽ, അത് വീട്ടിൽ ഇതിങ്ങനെ എനിക്കറിയത്തില്ല, എത്രയോ പ്രപ്പോസലുകൾ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടയെ സംബന്ധിച്ച് ചേട്ടൻ്റെ ഫസ്റ്റ് പ്രപ്പോസലാണിത്. ആദ്യമായിട്ട് ആലോചിക്കുന്ന കല്യാണം ഇതാണ്. എന്നിട്ട് വേറെ പെണ്ണ് കാണാൻ പോയിട്ടോ അതല്ലെങ്കിൽ വേറെ ആലോചനകളോ ഒന്നും വന്നിട്ടില്ല. ആൾ ഗൾഫിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് വന്നൊരു ആലോചന. അപ്പോൾ ഇത് വന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് മാട്രിമോണി സൈറ്റിൽ ഇപ്പോൾ എൻ്റെ ബ്രദർ എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പുള്ളിയുടെ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ചേട്ടന്മാർ തമ്മിലാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് ദുബായിലും, ഇവർ ചേട്ടനും ഇവരെല്ലാവരും അബുദാബിയിലുമാണ്. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ അസസ് ചെയ്താണ് ഓരോ പ്രപ്പോസൽ വരുമ്പോഴും അത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട്, അതായത് എല്ലാ രീതിയിലും അന്വേഷിച്ചും ഇതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് കാണാൻ പോവുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ചെറുക്കൻ കാണുക എന്നുള്ളതാണ്. പുള്ളി സംസാരിക്കും ഒരു ചെറുക്കനോട്, ഒരു കല്യാണം വരുന്ന ഒരാളോട്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ പുള്ളി പറയും, സംസാരിച്ചിട്ട് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംസാരത്തിലൊന്നും നമുക്ക് ആരെയും മനസ്സിലാകത്തില്ല. എന്നാലും എൻ്റെ കാര്യത്തിൽ എനിക്ക് വന്ന പ്രപ്പോസലുകളിലെല്ലാം ആരെങ്കിലും എന്നെ വന്ന് കാണുന്നതിന് മുന്നേ ഈ ഒരു പയ്യനുമായിട്ട് എൻ്റെ ബ്രദർ കണ്ടതിന് ശേഷമാണ് എന്നെ കാണാനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളി ഒരു പ്രപ്പോസൽ വന്നിട്ട് നല്ലതായിട്ട് വിളിച്ചിട്ട് പറയുന്നത്. വിളിച്ചിട്ട് എൻ്റെ മമ്മിയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് പോയി ദുബായിൽ നിന്ന് അബുദാബി വന്നിട്ട് ചേട്ടനെ കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ചെറുക്കനാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയുടെ വായിൽ നിന്ന്, അതായത് എൻ്റെ ബ്രദറിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളി ഒരാളെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മമ്മിക്കും പപ്പയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവർ പറയുന്നത്, അനൂപിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അവനങ്ങനെ സാധാരണ ചെറുക്കന്മാരൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിങ്ങനെ ഭയങ്കര ചർച്ചയൊക്കെ പുരോഗമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചേട്ടന്മാർ തമ്മിൽ ആലോചിച്ചിട്ടാണ് കേട്ടോ ഈ പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തേക്ക് വരാം. അപ്പം അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ കിട്ടി. അന്നും നമുക്ക് ഈ വാട്സപ്പും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, പിന്നെ മെസ്സഞ്ചറുണ്ട്, സ്കൈപ്പ് ഉണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇടയ്ക്കൊരു ഹായ് അയക്കും. അപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ഭയങ്കര ടൈപ്പായിരുന്നു. ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെയോ, അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്നതെന്ന് മാത്രമല്ല, എനിക്ക് കുറച്ച് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ കല്യാണത്തിന് മുമ്പുള്ള ഒരു പീരീഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഈ ഓപ്പോസിറ്റിൽ വിളിക്കുന്ന ആൾ ഒരു വൈകിട്ട് ഒരു 3:45 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സമയം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വിളിക്കും. അപ്പോൾ ആൾ അവിടെ ജോലിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോകുന്ന ഒരു സമയമാണ്, അത് ഡ്യൂട്ടിയിൽ ഇറങ്ങുന്ന സമയത്ത് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കും, ഹലോ പറയും, എന്നാ വിശേഷം എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഓക്കെ, എന്നാൽ ശരി, ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ്, നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണുമായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടൊക്കെ ആവുന്ന കൂട്ടത്തിലാണ്, പക്ഷേ ഒരു തുടക്കം കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, എന്നും വിളിക്കും, എന്നെ വിശേഷം, ഞാൻ ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വന്ന് ഈ ഡ്യൂട്ടിക്ക് പോകുമെന്ന് പറയാനായിട്ട് എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ എനിക്ക് കോൾ എടുക്കാനേ ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് എനിക്ക് ഭയങ്കര ജാടയാണ്, അങ്ങനെ ഒരു തോന്നൽ വന്നു. എന്തോ ജാട കാരണം ഇങ്ങനെ സംസാരിക്കാനൊരു ഇതാണ്.
അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി കേട്ടോ. എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി ഞാനും ഭയങ്കര എന്താണ്, എനിക്ക് ഒരു വാശി പോലെയായി. അങ്ങനെ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വലിയ ജാടയും വലിയ മിണ്ടാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആളുടെ അടുത്ത് എനിക്ക് അങ്ങോട്ട് കയറി വലിയ മിണ്ടി ഭയങ്കര ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മിണ്ടലിങ്ങനെ ഭയങ്കര ഇതിലായി. പക്ഷേ ചേട്ടൻ്റെ വീട്ടുകാരെല്ലാം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മയും ചേച്ചിയും ഒക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ 3-4 മാസം കൊണ്ട് ഞാൻ വീട്ടുകാരെല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായി. എന്ന് വെച്ചാൽ നല്ല കൂട്ടായി. ഒരുപാട് നാളുകളായിട്ട് അറിയാവുന്ന പോലെ ഭയങ്കര അടുപ്പത്തിലായി കേട്ടോ. അപ്പോൾ അവരെന്നോടും ഞങ്ങൾ തമ്മിലുള്ളൊരു വൈബ് നല്ലതായിട്ട് ഓക്കെ ആയി. നല്ല ഇത് പിന്നെ അപ്പോൾ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയപ്പോൾ പോലും ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ഡ്യൂട്ടിക്ക് പോകുകയെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്ന ആളുടെ വിളിയൊക്കെ പിന്നെ കുറഞ്ഞ 2-3 ദിവസങ്ങളാകുമ്പോഴൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയി. അപ്പം ഞാനതനുസരിച്ച് അങ്ങോട്ടൊരു വിളിയില്ല അങ്ങോട്ട്. അപ്പം ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് എന്താണ്, ആളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുമില്ല കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കുന്ന, ഒരു ഫോൺ നമ്പറൊക്കെ കിട്ടിയിട്ടും കല്യാണം ഉറപ്പിച്ചു, കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ സംസാരിക്കാൻ തോന്നത്തില്ലേ, ഇനി ഇങ്ങൾക്ക് വേറെ വല്ലതും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സമയവും കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പറഞ്ഞ എന്താണ് വാശി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറി സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ട് എനിക്ക് കുറച്ച് വിഷമമൊക്കെ ആവാൻ തുടങ്ങി. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോടൊക്കെ ചോദിച്ചു, എന്നോട് വിളിച്ചാലൊന്നും സംസാരിക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറയാണ്, എൻ്റെ പൊന്നു മോളെ, അത് വേറെ ഒരു കുഴപ്പം കൊണ്ടല്ല, അതിന് മിണ്ടാൻ അറിയത്തില്ല എന്നിട്ടാ. മിണ്ടാൻ കുറച്ച് പെൺപിള്ളേരോടൊക്കെ മിണ്ടാനായിട്ട് കുറച്ച് ഷൈയും കുറച്ച് നാണവും, അങ്ങനെ സംസാരിക്കാൻ അധികം അറിയത്തില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒരു കുഴപ്പമില്ല, പാവാ മോൾ അങ്ങോട്ടൊന്ന് സംസാരിച്ച് നോക്ക്, പിന്നെ അങ്ങ് മിണ്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇപ്പോൾ ഏതായാലും അമ്മമാർ അവരുടെ മക്കളെ എപ്പോഴും നല്ലതാണെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ ജനിച്ച് വളർന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ, അത്യാവശ്യം നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ പേടിച്ചൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ വളർന്നു വന്നിട്ടുള്ള. അപ്പം ഇപ്പം അല്ല കേട്ടോ, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇനിയും എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇനി കല്യാണത്തിന് ശേഷവും ഇതിലപ്പുറം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ഭയങ്കര ഇങ്ങനെ ചട്ടക്കൂടുകളുടെ നടുക്കായിട്ടാണോ ഞാൻ പോകാൻ പോകുന്നതെന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനും. പക്ഷേ ഇതൊക്കെ എൻ്റെ മാത്രം ടെൻഷനുകളാണ്. വീട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവരെ സംബന്ധിച്ച് നല്ല ജോലിയുള്ള ഒരാൾ, നല്ല അന്വേഷണങ്ങളിൽ നിന്നൊക്കെ നല്ല സ്വഭാവമുള്ള ഒരാൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ഭയങ്കര സാറ്റിസ്ഫാക്ഷനില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കുറേ വിഷമങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് എൻ്റെ ലോകത്തിങ്ങനെ ഒതുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് ആയപ്പോഴത്തേക്കും ഒരു സന്തോഷമൊന്നും എനിക്ക് ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ കല്യാണത്തിന് ശേഷം മനസ്സിലാക്കിയ സത്യങ്ങളാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചേട്ടായി ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രോവേർട്ടാണ്. സംസാരിക്കാൻ അടുക്കത്തില്ല ആരുമായിട്ടും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലുമായിട്ട് അടുക്കാൻ. പക്ഷേ അങ്ങനെ അടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നും കൂടത്തിലുണ്ട് താനും. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പോൾ പിന്നെ പെൺപിള്ളേരോട് പൊതുവേ സംസാരിക്കൽ ഭയങ്കര കുറവാണ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും പിന്നീട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കും, എൻ്റെ ഫ്രണ്ട്സിനെ പോലും വീട്ടിലേട്ടൊന്ന് കൊണ്ടുവരാനൊക്കെ ആദ്യ സമയത്തൊക്കെ കുറച്ച് മടിച്ചിട്ടുണ്ട്. കാരണം വന്നു കഴിയുമ്പോൾ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ പിന്നെ പോകാൻ നേരത്ത് ബൈ ആയിരിക്കും പറയുന്നത്. അത്രയ്ക്കും അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയാണേലും ആങ്ങളമാരാണേലും ഒക്കെ ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ഭയങ്കര തകർത്ത് സംസാരിക്കുന്ന, ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആൾക്കാരാണ്.
പിന്നെ ഞാൻ കേരളം വിട്ട് വെളിയിലേക്കൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പഠിച്ചതൊക്കെ കേരളത്തിൽ തന്നെ. അപ്പോൾ നഴ്സിങ്ങിന് പഠിക്കുമ്പോഴാണേലും ഒരുപാട് ഇങ്ങനെ ബോയ്സുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ബോയ്സിൻ്റെ സ്വഭാവം ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇതുപോലൊരു സ്വഭാവം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ടായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ലല്ലോ. നമുക്ക് ഇപ്പോഴല്ലേ ഇൻട്രോവേർട്ടൊക്കെ ഭയങ്കര ഫേമസ് ആയത്. അന്നത്തെ കാലത്ത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നതൊന്നും നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല. അപ്പം അതായിരുന്നു സംഭവം. അപ്പം ആൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ അറിയത്തില്ല. എന്നോട് എന്നെ വിളിച്ച് കഴിയുമ്പോൾ എന്താ സംസാരിക്കുന്നത്, എന്താ ചോദിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്താണ് ഈ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ ഏതോ സിനിമയ്ക്കകത്ത് തമാശയൊക്കെ പഠിച്ചിട്ടും പറയത്തില്ലേ, അതുപോലത്തെ അവസ്ഥയായിരുന്നു. എന്നാ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടൊക്കെയാണ് വിളിച്ചോണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് മാത്രം അന്ന് ചോദിക്കാൻ എന്നാ വിശേഷം എന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ട് വിളിക്കുന്നെങ്കിൽ അത് മാത്രം ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത് ചോദിക്കേണ്ട എന്നാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ആൾ ഫോൺ കട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഇതിങ്ങനെ നീണ്ടു അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഇല്ലാണ്ട് പോയി അവസാനം കല്യാണം വരെ എത്തി. കല്യാണത്തിന് 10 ദിവസം മുന്നെയാണ് ആൾ വരുന്നത്, അവധിക്ക് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം പെണ്ണ് കാണാനായിട്ട് വന്നു. പെണ്ണ് കാണാനായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത് ഇറങ്ങി വന്നില്ല. ഞാൻ അടുക്കളയിൽ പോയി അരിച്ചാക്കിൻ്റെ പൊക്കത്തൊരൊറ്റ ഇരിപ്പാണ്. എനിക്ക് കാണണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ അവസാനം ഇവർ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിരുന്ന് പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞ് പെണ്ണ് വരണ്ടേ. എനിക്ക് കുറച്ച് ചമ്മലുണ്ട്, പിന്നെ കുറച്ച് എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ടല്ലോ അതും ഉണ്ട്. മൊത്തത്തിൽ ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളമാരെന്നെ തൂക്കിയെടുത്തോണ്ട് എന്നെ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നുകൊണ്ട് ഫ്രണ്ടിലെ റൂമിൽ പിടിച്ച് വെച്ച് കാണിച്ച് എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മുറിയിലാക്കിയിട്ട് ഇവരെല്ലാവരും കൂടി ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനൊരു മൂലയ്ക്ക് നിന്നു, ആളെ കട്ടിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും വലിയ കാര്യമായിട്ട് നോക്കുന്ന പോലുമില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ മിണ്ടാതിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് നോക്കി. ഇപ്പം ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ പറയുമ്പോൾ കണ്ണും ഇങ്ങനെ ഒന്ന് കൂട്ടി മുട്ടിയ സമയത്ത് എന്നോട് ചോദിച്ചെന്നാൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഈ സന്തോഷം പൊക്കോന്ന് ഞാനും പറഞ്ഞു. അപ്പം അങ്ങനെ അന്ന് പോയി, പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചൊന്നുമില്ല കേട്ടോ. പെണ്ണ് കാണൽ കഴിഞ്ഞ് പോയിട്ട് പിന്നെ 4 ദിവസം 5 ദിവസം എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ എൻഗേജ്മെൻ്റ് ആണ്, റിംഗ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ ഡ്യൂട്ടിക്ക് പോകുക എന്ന് പറയാൻ വിളിക്കുന്ന ആളായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ട് വിളിക്കാത്തതായിരിക്കും. അപ്പം ഇനിയിപ്പം വേണ്ടെന്ന് വെക്കുമായിരിക്കും എന്നൊക്കെ ഓർത്തപ്പോൾ ഞാനൊരു സംശയത്തിലായി. ഇത് വിളിക്കാത്തതിൽ എനിക്കൊരു ആകാംക്ഷ എന്നല്ല, എന്നെ ഒരു ടെൻഷനൊക്കെ തോന്നി, എന്തായിരിക്കും വിളിക്കാത്തത് എന്നുള്ളതും തോന്നി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇനി എങ്ങാനും ഇതപ്പം മാറിപ്പോവാനായിട്ടൊരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു തോന്നലുമൊക്കെ ആ സമയത്ത് വന്നായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ 2 പ്രശ്നങ്ങൾ പിന്നീട് സംസാരിച്ചപ്പം മനസ്സിലായ കാര്യം. ഒന്നെന്ന് പറഞ്ഞാൽ അത്രയും നാളും ചേട്ടയ്ക്ക് വിളിക്കുമ്പോൾ പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുക എന്ന് പറയാനായിട്ട്. അവധിക്ക് വീട്ടിൽ വന്ന ആൾക്ക് പിന്നെ വിളിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാനായിട്ടില്ലല്ലോ. അതൊരു കാര്യം. പിന്നെ യാത്രയുടെ ക്ഷീണവും അമ്പലത്തിലെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് തൂക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് 2-3 ദിവസം അങ്ങനെ പോയി. അതിൻ്റെ ക്ഷീണവും ഉറക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ വിളിച്ചില്ല, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. അങ്ങനെ പിന്നെ കാണുന്നത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിനാണ്. എൻഗേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് കേട്ടോ. റിങ്ങൊക്കെ മാറി. അന്ന് എൻ്റെ കൈ വിറച്ചത്, അതായത് റിങ് ഇടാനായിട്ട് കൈ ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ കൈ ഇങ്ങനെ പടപടേന്ന് കിടന്നുകൊണ്ട് വിറയ്ക്കുമായിരുന്നു. ഒരു മോതിരം ഇടാൻ വന്ന ആൾക്ക് വിരൽ മോതിരത്തിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുന്നില്ല, ഇങ്ങനെ കിടന്ന്
വിറച്ചിട്ട്. അപ്പം അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അന്ന് എടുത്ത ഫോട്ടോസൊക്കെ, അന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ നമ്മളോട് ഇങ്ങനെ തോളയിലൊന്നിങ്ങനെ കൈ വെച്ചിട്ട് നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെയിം ടൈമിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ എനിക്കൊരു വാച്ചൊക്കെ കൊണ്ടു തന്നു കേട്ടോ. അന്ന് എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോവാനൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പോവാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു വാച്ച് കൊണ്ടു തന്നു. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അങ്ങ് വാങ്ങിച്ചൊക്കെ കൊണ്ട് വെച്ചു. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ കല്യാണമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡ്രസ്സ് എടുക്കൽ ഒക്കെ നമ്മൾ കോട്ടയത്തു നിന്നാണ് ഡ്രസ്സൊക്കെ എടുത്തത്. നമ്മൾ സ്വർണ്ണം എടുത്തതുമൊക്കെ കോട്ടയത്തു നിന്ന്. അപ്പോൾ ഇവർ കോട്ടയത്തിന് ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ചെന്നപ്പോൾ ഒക്കെ കോട്ടയത്തേക്ക് വന്നു. പിന്നെ ഡ്രസ്സ് എടുക്കലിനായിട്ട് എന്തായാലും ഞാനും കൂടി ചെന്നിട്ടാണല്ലോ. എനിക്കറിയില്ല എല്ലായിടത്തും എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ഡ്രസ്സ് എടുക്കുന്നത്, കല്യാണത്തിൻ്റെ ഡ്രസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കല്യാണ സാരിയും എല്ലാ സാധനങ്ങളും എടുത്തു കിട്ടും. കല്യാണ സാരിയും 2-3 സാരി, പിന്നെ അല്ലാതെ കുറേ ചുരിദാറുകൾ വീട്ടിലിടാനുള്ളത്. അതായത് എനിക്ക് അവിടെ ചെന്നിട്ട് ഹോസ്റ്റലിലേക്കൊക്കെ ജീവിതം എന്താണ് നമ്മളിത് എന്താണ് ഹോസ്റ്റലിലേക്കൊക്കെ താമസിക്കാൻ പുതുതായിട്ട് ചെല്ലുമ്പോൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് ചെല്ലല്ലേ, അതുപോലെ ഫുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു. എനിക്കുള്ള സാധനങ്ങളെല്ലാം പല ദിവസങ്ങളിലായിട്ട് വന്നൊക്കെ മേടിച്ചു. അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് കാണാൻ അവസരങ്ങൾ കിട്ടി. പക്ഷേ മിണ്ടിയിട്ടില്ല, ആ ദിവസങ്ങളിലൊന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സാരി നല്ലതാണോ അല്ലെ ഇത് മതിയോ ഇതൊക്കെ ആണോ എന്നുള്ളത് നമ്മുടെ കൂടത്തിലുള്ള ബന്ധുക്കളാരെങ്കിലും അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ചേട്ടാ ഇതിന് മറുപടി പറയും. അപ്പോൾ ആരെങ്കിലും എന്നോട് പറയും കൊച്ചുമോൻ ഇഷ്ടപ്പെട്ടു. വീട്ടിലൊക്കെ എല്ലാവരും കൊച്ചുമോൻ എന്നായിട്ട് വിളിക്കുന്നത്, കൊച്ചുമോൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു തരം കമ്മ്യൂണിക്കേഷനായിരുന്നു. ഞങ്ങൾ തമ്മിൽ നേരിട്ടിങ്ങനെ കണ്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാണ്ടൊക്കെ നോക്കുമ്പോൾ തുണിക്കടയാണല്ലോ, നിറച്ച് കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇരിപ്പുണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അറിയാണ്ടെന്ന് ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കും. ഏതെങ്കിലും കണ്ണാടി കൂടി ഞാനിങ്ങനെ നോക്കും. അതുപോലെ തന്നെ തിരിച്ചും ഏതെങ്കിലും കണ്ണാടി കൂടി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് നോക്കുന്ന സമയം വരും. അപ്പം രണ്ടുപേരും തിരിഞ്ഞിങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ 2-3 തവണയൊക്കെ കണ്ടു. പക്ഷേ അപ്പോഴും നമ്മൾ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും സംസാരിക്കാതെയും അറിയാതെയും, അതായത് നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ട് പോലും 3-4 മാസം സമയം കിട്ടിയിട്ട് പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടങ്ങൾ എന്നാന്നോ അല്ലെങ്കിൽ പരസ്പരം നമ്മുടെ അഭിപ്രായങ്ങൾ ചേരുമെന്നോ കാഴ്ചപ്പാടുകൾ ചേരുമെന്നോ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാകാൻ ഒട്ടും ശ്രമിക്കാതെ ഉള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ച്, ചേട്ടയെ സംബന്ധിച്ച് ചേട്ടായി ഗൾഫിൽ പോയിട്ട് വരുന്ന ആദ്യത്തെ വരവാണ്. അങ്ങനെ ആ ഒരു വരവിൽ തന്നെ കല്യാണം കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ 30 വയസ്സാവുന്നു, എന്താണ് കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരിങ്ങനെ നിൽക്കുന്നു. അപ്പം അങ്ങനെ വിരോധമൊന്നുമില്ല കല്യാണം കഴിക്കാൻ. എന്നാൽ ഭയങ്കരമായിട്ട് ഞാൻ കല്യാണം കഴിച്ചേക്കാം എന്നുള്ളൊരു താല്പര്യത്തിലുമല്ല. അപ്പം അതിൻ്റെ ചെറിയ താല്പര്യക്കുറവ് ചേട്ടയ്ക്കും ഉണ്ട് കേട്ടോ. അപ്പം രണ്ടുപേരും ഏകദേശം ഒരേ മൈൻഡ് സെറ്റോടു കൂടിയാണ് കല്യാണം കഴിച്ചത്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അത് കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞിറങ്ങി പോകും എന്നൊക്കെ പറയത്തില്ല. പക്ഷേ എനിക്ക് കരച്ചിലിനേക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കര ചിന്തകളായിരുന്നു. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത് എന്ത് തരം സ്വഭാവമായിരിക്കും ആളുടെ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമോ, അല്ല എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ആകുലതയും ചിന്തയും ഒക്കെ ആയിട്ടാണ് കേട്ടോ കല്യാണം കഴിച്ച് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും എല്ലാവരുമായിട്ടും വീട്ടുകാരെല്ലാവരുമായിട്ടും എനിക്കറിയാം. പലതവണ അവർ വീട്ടിൽ വരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരുമായിട്ടും ഞാൻ കൂട്ടാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ല. പിന്നെ അന്നത്തെ എന്തോ ഈ സമയവും ഇതൊക്കെ നോക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച്
വന്നു. അന്ന് വൈകിട്ട് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ തിരിച്ചോടി വന്ന് വീട്ടിൽ വന്ന വഴിയെ അടുക്കളയിൽ ഓടിപ്പോയി. എൻ്റെ പ്രധാന ഇരിപ്പിടെന്ന് പറഞ്ഞാൽ അരിച്ചാക്കല്ല അടുക്കളയുടെ പടിയാട്ടോ. അപ്പം ഞാൻ അതുപോലെ അരിച്ചാക്കിൻ്റെ പൊക്കത്തിരുന്നു. കുറേ ചോറും കറികളും. ഉച്ചയ്ക്ക് കല്യാണത്തിൻ്റെ ഇതിൽ നമുക്കധികം കഴിക്കാനൊന്നും പറ്റത്തില്ല, വീഡിയോയും ക്യാമറയും ബഹളവും. അന്നൊക്കെ ഇങ്ങനെ ഒരു ക്യാമറയുടെയൊക്കെ മുമ്പിൽ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ 10 പേരുടെ മുമ്പിലിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടാണ്. ഭയങ്കര സ്റ്റൈല് കാണിച്ച് 2 വായൊക്കെ കഴിച്ചിട്ടൊക്കെ എണീറ്റ് വരുന്നുണ്ട്. വിശന്നിട്ടും വയ്യായിരുന്നു. അപ്പം ഞാൻ ചെന്ന് അടുക്കള കയറി അടുക്കളയിൽ ഇരുന്ന് എല്ലാം കൂടി വാരി വലിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട അരിച്ചാക്കിൻ്റെ പക്കത്തിരുന്ന് ഞാൻ വലിച്ചു വാരി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ തലക്കിട്ട് ഇടിവെട്ടിയ പോലെ ഒരു പറച്ചിൽ, നമ്മൾ വീട്ടിൽ പോകുക എന്ന് തിരിച്ച്. ഞാനത് കേട്ടതോടുകൂടി ഇങ്ങനെ നമ്മുടെ ബലൂണൊക്കെ കാറ്റ് കുത്തിവിട്ട അവസ്ഥയായിപ്പോയി. എനിക്ക് എന്നാ പറയേണ്ടത് ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഇത്. എന്നിട്ട് രാത്രി തന്നെ, അതായത് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലോട്ട് പോന്നു, ഇങ്ങോട്ട് പോന്നു. അപ്പോഴൊക്കെ എനിക്ക് വണ്ടിയിലൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ അന്നേരമാണ് ശരിക്കും വീട്ടിൽ നിന്ന് പോകുന്നതിന് എനിക്കൊരു കരച്ചിലൊക്കെ വന്നത്. ഭയങ്കര സങ്കടമൊക്കെ വന്നു പോയി കേട്ടോ. ഭയങ്കര എനിക്ക് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളൊരു കാര്യമായിപ്പോയി അത് തിരിച്ചു പോകുന്നു. പക്ഷെ പിന്നീട് എന്നോട് ഒത്തിരി സോറി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിട്ടോ. പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾ വേറൊരു വീട്ടിൽ ഭയങ്കര സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഓർക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. എപ്പോഴും അന്ന് വിവരമില്ലായ്മ കൊണ്ട് കാണിച്ചു പോയത്. അതല്ലെങ്കിൽ അന്ന് നമ്മളവിടെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ പിന്നീട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്കന്ന് ഭയങ്കര സങ്കടവും അപ്പോഴാണ് എനിക്ക് കരച്ചിലും ഒക്കെ വന്നത്. പിന്നെ വീട്ടിൽ വന്ന് തലേന്നൊക്കെ പൂവും കായും ഒക്കെ അഴിച്ചു മാറ്റി ഡ്രസ്സൊക്കെ മാറി കുളിച്ചു, അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ വൈകിട്ടാണേലും കുറേ ബന്ധുക്കളും കാര്യങ്ങളും കുറേ പാർട്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടില്ല അന്നേരം പോലും. പിന്നെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഭയങ്കര മധുരമുള്ള ഓർമ്മകളൊക്കെ കാണും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മധുരം പോയിട്ട് ഞങ്ങൾ 2 പേരും ഭയങ്കര വിമ്മിഷ്ടപ്പെട്ട് വെളുപ്പിച്ചെടുത്ത ഒരു നൈറ്റായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചാൽ എനിക്കൊരു പേടിയുണ്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രേഞ്ചറാണ്. എനിക്ക് ഒരു രീതിയിലും കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരു താലി കഴുത്തെ കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാളുടെ കൂട്ടത്തിൽ ഒരു മുറിയിൽ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. എൻ്റെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സൗണ്ട് അപ്പുറത്തെ മുറിയിലിരിക്കുന്നവർക്ക് വരെ കേൾക്കായിരുന്നു. അത്രയ്ക്കും സ്ട്രെസ്ഫുള്ളായിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പം ചേട്ടായിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടയ്ക്ക് അനങ്ങാൻ പേടിയായിട്ട് എന്നോട് പിന്നീട് പറഞ്ഞാണ്, എനിക്ക് ഞാനെങ്ങാനും അറിയാണ്ട് തുമ്മലിന് നീയെങ്ങാനും ഇവിടെ കിടന്ന് വിളിച്ചു കൂവി നാറ്റിക്കുമെന്ന് പേടിച്ചിട്ട് ശ്വാസം വിടാൻ പോലും പേടിയായിട്ടാണ് ഞാൻ ആ കട്ടിലിൻ്റെ മൂലയിൽ കിടന്നത്. അപ്പം ഞാൻ അങ്ങേ മൂലയ്ക്കും ഇരുന്നും കിടന്നും ഒക്കെ ആയിട്ട് 2 പേരും ഒരക്ഷരം മിണ്ടാതെ നേരം വെളുപ്പിച്ചെടുത്തു. പിന്നീട് ഒരു 16 ദിവസത്തോളം ചേട്ടൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ദൈവമേ എത്രയും പെട്ടെന്ന് അവധി കഴിഞ്ഞിട്ടൊന്ന് പോകുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീട്ടുകാരറിഞ്ഞിട്ടില്ല, 2 വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. കാരണം അത് ഞങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു അടുപ്പക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അവിടെ ചേട്ടയുടെ വീട്ടുകാർ അറിയാതിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും വീട്ടിലോട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ പപ്പയും മമ്മിയും വരുമ്പോൾ അവരെല്ലാവരും എല്ലാ രീതിയിലും ഫാമിലി തമ്മിൽ നല്ല മിംഗ്ലിംഗ് ആണ് കേട്ടോ. ഞങ്ങളത് എന്തോ എനിക്കറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ 2 പേരുടെയും ഫാമിലിയിലൊരു സംശയമോ ഒന്നും തോന്നിയില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ
ആ ഒരു കുറച്ച് ദിവസങ്ങൾ, അതായത് ചേട്ടൻ ലീവ് കഴിഞ്ഞിട്ട് പോകുന്നോടം വരെയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വാ, ചോറുണ്ണാൻ വാ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണമൊക്കെ വന്നായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഒരുമിച്ച് പോകേണ്ടിയൊക്കെ വന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഷൂട്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനങ്ങനെ പോകേണ്ടി വന്നു. ബിസി ആയിരുന്നു, കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങനെ പോകേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആരും അത് നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 10-15 ദിവസങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, ഈവൻ കല്യാണത്തിന് ശേഷവും എന്നാൽ സംസാരിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ചിന്തകളൊന്നും രണ്ടുപേർക്കും ഉണ്ടായില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തോന്നുന്നു എനിക്ക് കുറച്ച് വാശിയും കൂടിയായിരുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ഇപ്പം എന്നോട് മിണ്ടുന്നില്ലാത്ത ആളോട് അങ്ങോട്ട് കാല് പിടിച്ച് എന്ന് മിണ്ടേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ അത്രയും കുറഞ്ഞ ആളൊന്നും അല്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ 10-16 ദിവസമൊക്കെ കഴിഞ്ഞു, ആൾ തിരിച്ചു പോയി, അവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അപ്പോൾ ആ ഒരു ദിവസം ആയപ്പം എനിക്കിങ്ങനെ മിക്സ്ഡ് ആയിട്ടൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു സൈഡിലൊരു സങ്കടമുണ്ട്, പിന്നെ ഒരു സൈഡിൽ എന്തോ ഇങ്ങനെ ഒരു നെഞ്ചിൻ്റെ അകത്തൊക്കെ ഒരു വിമ്മിഷ്ടം ഉണ്ട്. അപ്പോൾ ആൾ പോയി കഴിഞ്ഞാൽ അതെനിക്ക് മാറും എന്നൊക്കെയുള്ളൊരു രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അങ്ങനെ ആൾ പോയി. നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരിച്ചിങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ മൊത്തം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂട്ടാണ്. അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എനിക്ക്, എന്താണ് സംഭവിക്കുന്നതെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പം അപ്പോൾ ഇനി ഭയങ്കര ഒരു ശൂന്യത തോന്നി കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നപ്പം അന്നത്തെ ദിവസം തിരിച്ച് പോകുന്ന ദിവസവും ഒത്തിരി ബന്ധുക്കളും ആൾക്കാരും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളൊക്കെ ഒഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും ഒക്കെ മാത്രമായിട്ട് വന്നപ്പം ആ ഒരു വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൈലൻസും ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ മേളിൽ നിലയിൽ ഇങ്ങനെ കയറി വന്നപ്പം നമ്മൾ റൂമിലേക്ക് അകത്തേട്ട് കയറിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു സ്മെല്ല് ഫീൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോറിൻ്റെ പുറകിൽ ഹാങ്ങറിൽ ഷർട്ട് തൂക്കിയെടുത്തില്ലേ, അപ്പോൾ ആൾ പോവണ അന്നേരം വരെ ഇട്ടിരുന്ന ഒരു ഷർട്ട് അത് വാഷ് ചെയ്തിട്ടില്ലായിരുന്നു, അത് ഡോറിൻ്റെ പുറകിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ എന്തോ ഒരു മണം ഇങ്ങനെ അടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആളവിടെ ഉള്ളതായിട്ട് പെട്ടെന്നൊരു തോന്നലിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഓർത്തില്ല പോയല്ലോ എന്നോർത്തു. പക്ഷെ ആ ഒരു സെക്കൻഡിൽ പെട്ടെന്ന് ആ ഒരു മണം ഇങ്ങനെ വന്നപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു എന്താണ് സ്പാർക്ക് കിട്ടി എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് എന്നെ എന്താണെന്ന് ചെയ്യുന്നത്, ആ ഷർട്ട് എടുത്ത് വീണ്ടും ഒന്ന് മണത്ത് നോക്കി, പെർഫ്യൂമിൻ്റെ ഒരു മണം. ഓക്കെ, അത് കഴിഞ്ഞ് അതൊക്കെ ഒരു കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഓക്കെ റിലാക്സായി എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിലൊക്കെ ഇരുന്നു. പിന്നെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പം, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ചേട്ടനെ വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈപ്പിലൊക്കെ വീഡിയോ കോൾ വിളിക്കും, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ വിളിക്കും. അപ്പം അത്രയും നാളും കണ്ട ഒരാളായിട്ടല്ല പിന്നെ കാണുന്നത്. ഈവൻ കല്യാണത്തിന് ശേഷം വീട്ടിലുള്ളപ്പോൾ പോലും എന്നോടങ്ങനെ സംസാരിക്കാനായിട്ട് ഒട്ടും മെനക്കെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ഇട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡിനൊന്നും വക വയ്ക്കാതെ എന്നോട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എപ്പോഴും വിളിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അയവൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ട് എന്നോട് ഈ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യം മാത്രമല്ല, അല്ലാതെയും വീട്ടിലെ കാര്യങ്ങളും ഞാൻ ഓക്കെ ആണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ മാറ്റമൊക്കെ എനിക്ക് വന്നു. അപ്പം അങ്ങനെ ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ പതുക്കെ എനിക്ക് ഒരു ഇഷ്ടമൊക്കെ വരാനായിട്ട് തുടങ്ങി. അത്ര നാൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, നമുക്കൊരു ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു അടുപ്പമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വീട്ടിലിരുന്നിട്ട് അച്ഛനും അമ്മയൊക്കെ ഈ ചേട്ടയുടെ ഒത്തിരി കഥകൾ അല്ല അവിടെ നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ
ഒരുപാട് കാര്യങ്ങൾ പറയില്ല, കുഞ്ഞിലേ നടന്നതും വലുതായിട്ട് നടന്നതും അബദ്ധങ്ങൾ പറ്റിയതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഒത്തിരി ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വിളിക്കും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ എന്നോട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പണ്ടത്തെ കഥകളും അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ ആ ഒരു സംസാരം പെട്ടെന്ന് മാറി. എൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ പെട്ടെന്ന് മാറി. അത്രയും നാളും ഇല്ലാണ്ടിരുന്ന ഒരു ഭയങ്കര ഇഷ്ടമൊക്കെ എവിടുന്നോ വന്നു. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന അത്രയും ദിവസം ഞാനൊന്ന് മിണ്ടുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ള ഓർത്തിട്ട് എനിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ പിന്നെ തോന്നാൻ തുടങ്ങി. കുറ്റബോധം കാരണം സങ്കടമൊക്കെ തോന്നി. ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ മനഃപൂർവ്വം അകത്തി നിർത്തിയതാണോ എന്നൊക്കെ തോന്നി. അപ്പം അങ്ങനെയല്ല, അകറ്റി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിയതൊന്നുമല്ല. രണ്ടുപേരും ഇപ്പം ചിന്തിക്കുമ്പോൾ മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ സ്പേസ് കൊടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സ്പേസ് കൊടുത്തു, ടൈം കൊടുത്തു. അതാണ്. അപ്പം അങ്ങനെ ഒരു 2 മാസം കൂടിയൊക്കെ എടുത്തോട്ട് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആവാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കണ്ട് കല്യാണത്തിന് ശേഷമാണ് ശരിക്കും ഒരു പ്രണയമൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്ന സമയത്താണ്, ഞാൻ അബുദാബിയിലേക്ക് ചെല്ലുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്യാണമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നീട് കാണുമ്പോഴാണ് ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു രണ്ടുപേർക്കുണ്ടാവുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതൊക്കെ ആ സമയത്താണ് കേട്ടോ. പിന്നെ നല്ല സമയമെടുത്തു, അത്യാവശ്യം നല്ല സമയമെടുത്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്, ഞങ്ങളെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരേ സ്വഭാവമുള്ളൂ. അതല്ലാതെ എല്ലാം ഭയങ്കര ഓപ്പോസിറ്റായിട്ടുള്ള രീതികളാണ് രണ്ടുപേർക്കും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇഷ്ടങ്ങളാണെങ്കിലും അല്ലാതെ ഞാൻ കുറച്ചും കൂടി ഫാൻറ്റസിയിൽ ജീവിക്കുന്ന ആളാണ്. കുറച്ചിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ഒക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും. ചേട്ടായി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. കുറച്ച് നല്ല, അത്യാവശ്യം നല്ല ഇൻട്രോവേർട്ടാണ്. കുറച്ചൊരു പക്വത, കുറച്ച് കൂടുതൽ പക്വത ഉള്ള കൂട്ടത്തിലും. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ കുറച്ച് ചൈൽഡിഷായിട്ടും കുറച്ച് തലതെറിച്ചാന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന് പിന്നീട് ഒരു കുഴപ്പവും ആ ഒരു സ്വഭാവം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരാൾ ഭയങ്കര എന്തെങ്കിലും കാര്യത്തിൽ ഹൈപ്പറായിട്ട് നിൽക്കുമ്പോൾ അടുത്ത ആൾക്ക് നേരെ തിരിച്ചുള്ള സ്വഭാവം ആയതുകൊണ്ട് അതിങ്ങനെ ന്യൂട്രലായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പല പല വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന അനുസരിച്ചാണ് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത്. ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് അതിങ്ങനെ ഒരടുപ്പം കൂടി വരും. ഇപ്പം ഞാൻ ചിന്തിക്കും, ദൈവമേ, അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കല്യാണം വേണ്ടെന്ന് വെക്കുമായിരുന്നെങ്കിൽ എനിക്ക് അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രയ്ക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇപ്പം വലിയ ഈ കല്യാണത്തിന് ശേഷം മനസ്സിലാക്കിയൊരു വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങ് മാത്രമാണ്. ശരിക്കും നമുക്കൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ അവരുടെ ജീവിതത്തിലേക്കും എത്രത്തോളം പങ്കു ചേരുന്നുണ്ട് എന്നുള്ളതിനെ വെച്ചിട്ടാണ്. അത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണെങ്കിലും ഇനി കാമുകനുമാണെങ്കിലും പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്രത്തോളം പങ്കു ചേരുന്നുണ്ട് എന്നുള്ളതിനെ വെച്ചിട്ടാണ്. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഏത് റിലേഷനിലാണെങ്കിലും, ഇപ്പം ഞാൻ വിചാരിക്കും, ഇപ്പം ഞങ്ങൾ തമ്മിൽ ലിവിങ് ടുഗദർ ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ലവേഴ്സ് ആണെങ്കിലും ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുമായിരുന്നു. കാരണം അത് നമ്മൾ തമ്മിൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ല, അത് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ടേക്കിങ് ആൻഡ് ഗിവിങ് ആണെന്ന് പറയാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മിക്സ് ചെയ്ത് കിട്ടി എന്നുള്ളതാണ്. ചേട്ടയുടെ കുറേ രീതികൾ എനിക്ക് കിട്ടി, എൻ്റെ കുറേ രീതികൾ ഇപ്പം ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ മിക്സ് വന്നു. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ല സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. നല്ല കാന്താരിയും കപ്പയൊക്കെ അങ്ങനെ ഉടച്ച് നല്ല എരിവിലൊക്കെ കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ചേട്ടൻ പൊതുവെ ഒട്ടും എരിവ് കഴിക്കാത്ത ആളാണ്.
അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എരിവില്ലാത്ത കറി എങ്ങനെയും എരിവിഷ്ടമുള്ള ആൾക്ക് കഴിക്കാം, പക്ഷേ എരിവ് കഴിക്കാൻ മേലാത്ത ആൾക്ക് എരിവുള്ള കറികളൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നൊരു കാര്യം. അതെന്തായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് പിന്നീട് പതുക്കെ ഓരോ വർഷങ്ങൾ ഇനിയും നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ പതുക്കെ പോകെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് മാത്രമല്ല, അറേഞ്ച്ഡ് മാരേജിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മളൊരാളെ മുന്നേ അറിയണം എന്നൊന്നുമല്ല, ഭാഗ്യം കൊണ്ടോ ഭാഗ്യക്കേട് കൊണ്ടോ എങ്ങനെയായാലും നമുക്ക് കിട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭാര്യയായാലും ഭർത്താവായാലും, അവർ തമ്മിൽ എത്രത്തോളം അവർക്ക് യോജിച്ച് പോകാൻ പറ്റും എന്നുള്ളതിൽ മാത്രമാണ്. അതല്ലാതെ കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണെന്നുള്ളതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.